ഹലോ, അപ്പം നമ്മൾ ഇന്ന് നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങിന് പോവാണ്. നാട്ടിൽ പോകുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ നാട്ടിൽ പോകുന്നത്. അപ്പം എൻ്റെ ഷോപ്പിംഗാണിത്. സൺകീസ്റ്റോൺ ചപ്പറി ഫേസ് ആൻഡ് സൺകീസ്റ്റോൺ ഇതാണ് നമ്മൾ എവിടെ പോകുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് പരിപാടി. നമ്മളിവിടെ കാല് പുറത്ത് വെച്ചാൽ ഉടനെ പൈസയാണ്. അപ്പോൾ നമ്മളതെടുക്കും. ഓൻ്റെ കയ്യിൽ കാർഡ് ഉണ്ടായതുകൊണ്ട് ഓൻ്റെ കാർഡ് വഴിയാണ് ഞാൻ പൈസ എടുക്കുന്നത്. മീൻസ് എൻ്റെ പൈസ ഞാൻ ഓനക്ക് ഫോൺ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. പക്ഷേ എൻ്റെ ഈ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഓൻ്റെ കാർഡ് വെച്ചിട്ട് എൻ്റെ പൈസ യൂസ് ചെയ്യും. കണ്ടോ, ഇതാണ് ഇവിടുത്തെ കറൻസി. നല്ല കളർഫുൾ അല്ലേ? അപ്പോൾ നമ്മൾ ടാക്സി ബുക്ക് ചെയ്ത് ടാക്സി വന്നു. എന്നിട്ട് നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു കുഞ്ഞു മോള ക്യൂരിയൻ സിറ്റിയിലേക്കാണ്. ഇപ്പോൾ കയറിയപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് തുടങ്ങാമെന്ന്. അപ്പോഴല്ലേ ഒരു എനർജി ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോകും. ബിഷപ്പിൻ്റെ വിളി വന്നുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത്, അപ്പോഴേ നമുക്ക് എനർജി കിട്ടത്തുള്ളൂ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ അവൻ എത്തുകയാണ്. പിസ്സ പ്രൈസ് നല്ല അസലുള്ള പിസ്സ ആയിരുന്നു. പിന്നെ പൈസ ഇഷ്ടമാവെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും മാക്സിമം പറ്റുന്ന കഴിച്ചു, ബാക്കി അടച്ചു. ഇതാണ് എനിക്ക് ഈ മോളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഷോപ്പ്. ഇത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ക്യൂട്ടും റെയറും സാധനങ്ങൾ കിട്ടുന്ന മാത്രം സ്ഥലം. ഭയങ്കര കൺഫ്യൂഷനാണ് എന്ത് എടുക്കണമെന്ന്, പക്ഷെ എടുത്തില്ലേ പറ്റത്തുള്ളൂ. ഇതൊന്നും ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല. മാസിൻ്റെ കുക്കീസ് പോലത്തെ ചോക്ലേറ്റ്. ഇപ്പം തന്നെ കൺഫ്യൂസ്ഡ് ആണ്. അതാ കുറച്ച് സാധനം എടുത്തോളൂ, പക്ഷെ ഞാൻ എടുത്തതും ഇനി എടുക്കുന്നതൊക്കെ ഭയങ്കര റെയർ ആൻഡ് വെറൈറ്റി സാധനങ്ങളാണ്. അത്രയും നേരം ഞാൻ എന്തൊരു ക്യൂട്ട് സാധനത്തിലും ഒന്ന് പിടിച്ച് അവിടെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും എന്നെ ഒന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവൻ ഇപ്പം ഇവിടെ വന്ന് ഏസ്തറ്റിക് ഫുഡ് കളിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഈ ബേണിങ് ക്യാൻഡിൽസ് ഇല്ല, മറ്റേ സ്മെല്ലിങ് ക്യാൻഡിൽസിൻ്റെ അവിടെ വന്നിട്ട് മണത്ത് ഓരോ ഫ്ലേവർ ഇങ്ങനെ മണത്തത് എടുക്കുന്നു നോക്കുന്നത്. ഫ്ലാറ്റിലേക്ക് ഒന്ന് എടുത്താലോ എന്നൊക്കെ ആലോചിക്കാനും. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്, എക്സ്പെൻസീവ് ആണ്. ബട്ട് സ്റ്റിൽ അത് വേർത്തിട്ടാണ്. കണ്ടത് നമ്മൾ റെയർലി മന്ത്ലിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര പോസിറ്റീവ് എനർജി വരും. Doctor set. Where? Top there. Doctor. I will get real ones in hospital. Not needed. Down. Little more down. So this is the painting section over here. ഇവിടെ നമുക്ക് കളർ ബുക്സ്, സാധാ കളറിങ് ഒന്നുമല്ല, നല്ല അടിപൊളി ക്യാൻവാസ് വിത്ത് സെറ്റ് വരും പെയിൻറ്റ്. പിന്നെ ഇവിടെ മുകളിൽ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വരച്ചേക്കുന്ന റിയൽ ഡ്രോയിങ് പെയിൻറ്റിങ്സ് മുകളിലുണ്ട്. പക്ഷേ അത് നമ്മളങ്ങോട്ട് പോകുന്നില്ല, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല എന്നാണ് ശരിക്കുമുള്ള കാര്യം. അല്ലെങ്കിൽ എനിക്കതിൽ വലിയ താല്പര്യം ഇല്ല, പക്ഷേ ഓന് നല്ല താല്പര്യമുണ്ട്. ഓന് ഒരു ഇൻബോൺ ടാലൻ്റ് ഉണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, ബട്ട് കുറേ കേട്ടിട്ടുണ്ട്. സോ ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ ഓൻ്റെ ഭാവങ്ങളൊക്കെ മാറിയില്ല, നാഗവല്ലി മാറിയ മാതിരി. ഇത് വളരെ ചെറിയ പിള്ളേരുടെ സെക്ഷനാണ്. ജസ്റ്റ് ഡ്രോ ചെയ്ത് വെച്ച സാധനത്തിൽ പെയിൻറ് അടിച്ചിട്ട് അത് അതേമാതിരി വെക്കാം. ആസ് എ ഫ്രെയിം ആയിട്ട് വരുന്നതാണ്. ഫ്രെയിം ചെയ്ത് വെക്കും, ഇങ്ങനെ ഡയറക്റ്റ്ലി പ്ലേസ് ചെയ്യും. കേട്ടിട്ട് എനിക്ക് രസമായിട്ട് തോന്നി. അതുകൊണ്ട് നേരത്തെ കണ്ട ടെഡി ബെയർ ഞാൻ അവിടെ നിന്ന് അങ്ങ് എടുത്തു. ഇനി നമ്മൾ ഗെയിമിംഗ് സെക്ഷനിൽ വന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു കാർഡ്സോ എന്തെങ്കിലും വെറൈറ്റി ഗെയിമിംഗ് തിങ്സ് വല്ലതും മേടിക്കാമെന്ന് വെച്ചു. പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് കുറേ ആഗ്രഹിച്ച മുതലായത്. അന്ന് കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ, അന്ന് എൻ്റെ വീട്ടുകാർ എനിക്ക് മേടിച്ചു തരാത്തതിൻ്റെ വിഷമത്തിൽ ഞാൻ ഇന്നിത് മേടിക്കുകയാണ് ഗൈസ്. ഇവിടെ നോട്ടിലോക്കൊക്കെ ഉള്ള ബുക്ക് കൂടുള്ളപ്പോൾ ഞാൻ ഭയങ്കര ഫ്രീ ആണ് ഗൈസ്. എനിക്ക് ബുദ്ധിയില്ല, വിവരമില്ല, ഒന്നുമില്ല. മന്ദബുദ്ധി മാതിരി ഞാൻ നടക്കും, എല്ലാം നോക്കോളും. പിന്നെ എൻ്റെ പൈസ ഓൻ്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ടെൻഷനില്ല, ബില്ലിങ് നോക്കോളും. അപ്പം മില്ലൻ, അതായത് എൻ്റെ അനിയന് ഷൂ ഭയങ്കര ക്രേസ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ഓന് ഷൂ നോക്കാമെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ ടോപ്പ് ഫ്ലോർ കാരിയിൽ കയറി. അങ്ങനെ അനിയന് ഷൂ എടുക്കാൻ വേണ്ടി ഇവിടെ കയറിയപ്പം ഇവിടെ ഫുൾ അടിപൊളി ബാഗ് ആൻഡ് പേഴ്സസ് കളക്ഷൻ. അത് നല്ല അടിപൊളി ബ്രാൻഡഡ് സാധനം, കണ്ണെടുക്കാൻ തോന്നില്ല. If I was going to India, I would have taken this for my mother. ഓനിപ്പം നേരത്തെ പറഞ്ഞ കാര്യം എനിക്കെന്തോ ടച്ചായി ഫീൽ ആയി. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, വൈ നോട്ട് ഇതെൻ്റെ അമ്മയ്ക്ക് എടുത്തുകൂടാ? അമ്മയ്ക്കെടുക്കാം, ഇതെടുക്കാം. അത്യാവശ്യം എന്നെക്കൊണ്ട് വലിയ ബ്രാൻഡൊന്നും മേടിക്കാൻ പറ്റില്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു കുഞ്ഞു സാധനം, നല്ലൊരു ബാഗ്, കുഞ്ഞു ബ്രാൻഡിൻ്റെ മേടിച്ച് കൊടുക്കാം. ശരിക്കും നമ്മളിവിടെ ഷൂ എടുക്കാൻ കയറിയതായിരുന്നല്ലോ.
ഇതെന്താ ഞാനിപ്പോൾ കാണുന്ന എന്നെക്കാളും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരുന്ന് തപ്പുന്നു. Look wise that only this color. This? Ah. 17. Can you just move? It is your vlog or my vlog? എന്തേ ഞാൻ ചോദിച്ച സത്യം നിങ്ങൾ പറ. ഒന്നപ്പോൾ തൊട്ട് ഇവനെ മാത്രമേ ഉള്ളു കിട്ടുന്ന, എന്നെ ആരും എടുക്കുന്നില്ല. അപ്പോൾ ഇവനല്ലേ കാണുന്നത്. നമ്മൾ മിലന് വേണ്ടിയുള്ള ഷൂ സെക്ഷനിൽ ഷൂ നോക്കിയപ്പം ബാഗ് സ്പാർക്കായതുപോലെ ഒന്നും സ്പാർക്കില്ല, ഒന്നും നമുക്ക് അങ്ങോട്ട് ലൈക്കായില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക. മിററിൻ്റെ സഹായം ഉണ്ടായതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തന്നെ വ്ളോഗിൽ കാണാം. സം മിനി സോ ക്യൂട്ട് തിങ്സ്. പ്രിയാസ് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ദീനിലൊക്കെ പോകണം. അത് ഒരു നൈറ്റ് 11 മണി ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എത്തണം. ഇപ്പം തന്നെ നല്ല ഇരുട്ടായി. എല്ലാം വേഗത്തിലങ്ങ് ചെയ്ത് മാറ്റാണ്. അവിടെ നിന്ന് കുറച്ച് കൂടുതൽ ചോക്ലേറ്റ്സും കാര്യങ്ങളും കൂടെ എടുക്കാനുണ്ട്. It looks like evening 5, 6, but it's actually 9. Night. സംഭവം എന്താ വെച്ചാൽ ഇത് കണ്ടിട്ട് എനിക്ക് 5 മണി 6 മണിയെന്ന് തോന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ രാത്രി 9:30 ആയി. അന്നിട്ട് ഈ അവസ്ഥയാണ് പുറത്ത്. എന്തെന്നില്ലാത്തൊരു പ്രണയം എനിക്കിപ്പോൾ ഒക്ടോബറിലൊക്കെ തോന്നി തുടങ്ങി. മേ ബി നാട്ടിൽ പോകുന്നതിൻ്റെ ആയിരിക്കും. 3 മാസത്തേക്ക് ഇങ്ങോട്ട് നോക്കണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു ഇൻഫാക്ച്വേഷൻ ആയിരിക്കും. അങ്ങനെ ഇതാണ് ദീന, നമ്മുടെ ദീന. ഫസ്റ്റ് തന്നെ ഈ ടോയ് സെക്ഷൻ പിന്നെ എന്നെ അട്രാക്റ്റ് ചെയ്ത്. എന്ത് ചെയ്യാൻ, ആവശ്യമില്ലാതെ ഇപ്പം തന്നെ കുറേ ടോയ്സ് മറ്റിടത്തുനിന്ന് മേടിച്ചു. മിലൻ ഇതും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിത് ഇങ്ങനെ അങ്ങ് എടുക്കാൻ പറ്റത്തില്ലല്ലോ, ചെക്ക് ചെയ്യണ്ടേ ബാറ്ററിയൊക്കെ ഇട്ടിട്ട്. ഗൈസ് ബാറ്ററി ഇട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഓർഡറിൽ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ്. ഇതിനു വേണ്ടി ഇവരെന്താ ചെയ്യുന്നത്? കൂട്ടത്തിൽ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ഒരാളെ വിളിച്ചിട്ട് കൊടുത്താൽ ഇപ്പം നോക്കുമ്പോഴത്തേക്ക് 1, 2, രണ്ടാമത്തെ ആൾ പോയി മൂന്നാമത്തെ ആളെ വിളിച്ച് മൊത്തം 3 പേരാണ് തുറക്കാൻ നിൽക്കുന്നത്. Or this is also looking good, cute. You will take it to India? Huh? It will reach? Yeah. Do you think so? Yes. Huh? Why do Because you will pack and give to me, so it will it is reach. all വീട്ടിൽ ഇതുവരെ ഓരോ ഓപ്പൺ ചെയ്തില്ല ഗൈസ്. നമ്മളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് ഭ്രാന്ത് പിടിക്കുന്നു. വെയിറ്റിംഗ്. It's been 1 hour. ചെടി ഞാനൊരു മലയാളി. ഇവിടുത്തെ എല്ലാ സാധനവും നോക്കി വിലയൊക്കെ ഇപ്പം കാണാൻ പാടാം. നടന്ന് കാല് തന്നെ എടുക്കുന്നു. എന്നിട്ട് ഇവരെ തീർന്നില്ല. നമ്മൾ അവരുടെ അടുത്തൊരു ബായ് പറഞ്ഞിട്ട് ആ സെക്ഷനിൽ നിന്ന് പോയി ചോക്ലേറ്റ് സെക്ഷനിൽ നിന്ന് നമുക്ക് ചോക്ലേറ്റ് എടുക്കാനായിട്ട്. അയ്യ അത്ര നേരമായിട്ട് നിൽക്കുന്നു. land up in huge bin that you cannot afford. Same now, and this we will not get in India now. There is new one. Tick. വേറെന്താ this tooth. Tick. I'm thinking, what do you think? Take that. Almond or chocolate? Almond. And this one? This or this? Normal or dark? This is of 1,000 only. Take that. When last time I went, I took this chocolate. Okay. Rose chocolates ഭയങ്കര ടേസ്റ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. I'm thinking to take this. Luxury assorted chocolate. Look this way. Okay. Everything know? This also. Hannah? Okay. That I'll give to Jeffy. I'm giving to all my friends, na? Come.
ഇവനെ ഗുഡ് വേ. നമ്മൾ ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിക്കാണ്. അടുത്ത വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് ആ മീലിലേക്ക് പോവാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് പാർസലെടുത്തിട്ട് പുറത്ത് പോയി കഴിക്കും. ഇവിടുന്ന് പുറത്ത് പോയി കഴിക്കാനാണ് പ്ലാൻ. ഇപ്പോൾ വന്ന് കയറി മാറ്റിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇപ്പോൾ ടൈം എത്രയെന്ന് വെച്ചാൽ 1 മണിയായിട്ടുണ്ട് നൈറ്റ്. അപ്പോൾ ഭയങ്കര ടയേർഡായി, ഭയങ്കര കാലൊക്കെ വേദന എടുക്കുന്നത്, കുറേ നടന്ന്. ഇനിയും സ്റ്റിൽ പെൻഡിങ് ആണ് പപ്പായ്ക്ക് വേണ്ടിയുള്ള സാധനവും പിന്നെ ഒരു സാധനം കൂടെ എനിക്ക് മേടിക്കാനുണ്ട്. അത് സ്റ്റിൽ പെൻഡിങ് ആണ്. അതിന് നാളെ പോകാനേ പറ്റത്തുള്ളൂ. നാളെ സൺഡേ ആണ്ട് ലാസ്റ്റ് ഡേ ആണ്. പിന്നെ വൺ ഡേ ട്യൂസ്ഡേ എനിക്ക് യൂണിവേഴ്സിറ്റി പോകണം. വെനസ്ഡേ എനിക്ക് യൂണിവേഴ്സിറ്റി പോകണം. 2 മണിക്ക് എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് വെനസ്ഡേ തന്നെയാണ് എൻ്റെ നൈറ്റ് ഫ്ലൈറ്റ്. സോ ഭയങ്കര ഹെക്ടിക് ആകാൻ പോകാനാണ്. അത് വീട്ടിൽ എത്തിയിട്ട് വേണമെന്ന് സമാധാനമായിട്ടൊന്ന് കിടക്കാൻ, ഉറങ്ങാൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.